ഭാരതീയ അഭിഭാഷക പരിഷത്ത് എന്ന സംഘടനയുടെ കേരള ഹൈക്കോടതി യൂണിറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. ഞാൻ ഹൈക്കോടതി യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ എന്നാണ് പേര്. ഇദ്ദേഹം യൂണിറ്റ് സെക്രട്ടറി രാഹുൽ വേണുഗോപാൽ. ഇതെറണാകുളം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ വിനായകൻ. ഇത് സെക്രട്ടറി വിവേകൻ. ജോയിൻറ്റ് സെക്രട്ടറി കമൽറാം. എമർജൻസി അടിയന്തരാവസ്ഥയുടെ 50th ഇയർ 50ാമത്തെ വർഷം നടക്കുകയാണ്. അപ്പോൾ അഭിഭാഷക പരിഷത്ത് ഹൈക്കോടതി യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന മൂന്നാം തീയതി നമ്മുടെ ഗംഗോത്രി ഹാളിൽ വെച്ചിട്ട്, അതിന് വൈക്കം ഗോപകുമാർ നഗർ എന്നാണ് ഞങ്ങൾ നാമകരണം ചെയ്തിരിക്കുന്നത്, ഹാളിൽ വെച്ചിട്ട് വളരെ വിപുലമായിട്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കാലത്ത് 9:30 തൊട്ട് വൈകുന്നേരം 4 മണി വരെ ഉള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ ആദ്യം ഒരു മെമ്മറീസാണ്. എമർജൻസി കാലഘട്ടത്തിൽ പത്രങ്ങളിൽ വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ മിക്കവാറുമുള്ള ലേഖനങ്ങളും കാർട്ടൂണുകളും എല്ലാം അവിടെ നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സിബിഷൻ 9:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നിന്നിട്ട് തുടങ്ങുന്നു. അപ്പം അന്നുണ്ടായിരുന്ന എല്ലാ പത്രവാർത്തകളും പത്രത്തിൽ വന്ന കാർട്ടൂണുകളും ലേഖനങ്ങളും ഇന്നത്തെ ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി എന്നുള്ള ഇതാണ് ആ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത് ശ്രീധരൻപിള്ള സാറാണ്. അദ്ദേഹം അന്ന് ഗോവ ഗവർണർ ആയിരുന്നു, ഇപ്പം അല്ല. കാരണം ഈ എമർജൻസിയെക്കുറിച്ച് ഇത്ര വിപുലമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ളത് ശ്രീധരൻപിള്ള സാറ് 11 മണിക്ക് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു. അതിനുശേഷം ഉള്ള പരിപാടി നമ്മളുടെ മുൻ ഉത്തർപ്രദേശ് സോളിസിറ്ററായിരുന്ന അശോക് മെഹ്ത്ത സാറ് ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റിസ് പാണ്ഡെയുടെ ജഡ്ജ്മെൻറ്റ്, ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ ഡിബാർ ചെയ്തുകൊണ്ടുള്ള ആ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് അതിൻ്റെ പ്രിൻ്റുകൾ കൊണ്ടുവച്ചിട്ട് ഒരു ക്ലാസ് അന്ന് അപ്പോൾ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആഫ്റ്റർ ലഞ്ച് കെ രാമപിള്ള സാർ, ഇവിടെ ലോക സംഘർഷക സമിതിയുടെ സ്റ്റേറ്റ് കൺവീനറായിരുന്ന ആളാണ് കെ രാമപിള്ള സാറ്. അദ്ദേഹം ഇവിടെ വെച്ചോണ്ട് സ്പീച്ച്, ഈ എമർജൻസിയിൽ കഷ്ടത അനുഭവിച്ചിട്ടുള്ള 150ഓളം ആൾക്കാർ, അന്ന് എമർജൻസിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതും കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ളതുമായ 150ഓളം എമർജൻസി വിക്ടിംസ് അന്ന് അവിടെ പങ്കെടുക്കുന്നുണ്ട്. ആ പ്രോഗ്രാം രാമപിള്ള സാർ ഉദ്ഘാടനം ചെയ്യുന്നു. ഞങ്ങൾ ആ 150 എമർജൻസി വിക്ടിംസിനെയും ആദരിക്കുകയും അവർക്ക് ഒരു ഫലകങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് 4 മണിക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ മെയിൻ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ വളരെ വിപുലമായിട്ട് രീതിയിൽ ഞങ്ങൾ അതിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് മുൻ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന പി രവീന്ദ്രനാണ്, സാറാണ്. പിന്നെ ഞങ്ങളുടെ പാറ്റേണായിട്ടുള്ളത് മുൻ ഹൈക്കോടതി ജഡ്ജി ഭാസ്കരൻ സാറാണ്. അങ്ങനെ ഒരുപാട് അതിൻ്റെ രീതിയിലൊരു വിപുലമായൊരു പ്രോഗ്രാം ഞങ്ങൾ ആസൂത്രണം ചെയ്തില്ല.